വിഷു പടിവാതിക്കൽ എത്തിയതോടെ നാടും നഗരവും തിരക്കിലേക്ക് അമരുകയാണ്. വിപണികളും സജീവമായി. നഗരത്തിലെ വിഷു കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും കൊച്ചിയിൽ നിന്ന് കിരൺ കുമാറും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ദിസ്ന സുരേഷിലേക്ക്. ദിസ്ന, നാളെയാണ് വിഷുക്കണി ദർശനം. രാവിലെ കണി ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്കായി എല്ലാ വിപണികളും സജീവമാണ്. കൃഷ്ണ വിഗ്രഹങ്ങളുടെ വലിയ ചിലവ് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാം. വഴിനീളെ ഇത്തരത്തിലുള്ള ശില്പങ്ങൾ, കൃഷ്ണൻ്റെ ശില്പങ്ങൾക്ക് നല്ല വിപണിയുണ്ട്. അതേപോലെ തന്നെ കണിക്കൊന്നയ്ക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു സന്ധ്യാദിനമാണ് ഇന്ന്. അതേപോലെ തന്നെ കണിവെള്ളരി, പടക്കങ്ങൾ ഒക്കെ വിപണി സജീവമാണ്. വിഷു വിപണി. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ ദിസ്ന സുരേഷ്. തീർച്ചയായും വിനോദ്, ആഘോഷം ഏതായാലും കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും പ്രധാനമായ ഒരിടം തന്നെയാണ് മിഠായി തെരുവ്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെയൊക്കെ മാലകളൊക്കെ, അതായത് നമുക്കറിയാം നാളെ കണ്ണനെ കണി കണ്ടുടരുമ്പോൾ കണ്ണന് ചാർത്തുവാനായി മുല്ലപ്പൂവും ചെത്തിയും തുളസിയും ഒക്കെ കെട്ടിയ മാലകൾ വിൽപ്പന നടത്തുന്ന ഒരു സ്ഥലത്താണ്. വലിയ തിരക്ക് തന്നെയാണ് ഇവിടെയും അനുഭവപ്പെടുന്നത്. കാരണം കണ്ണനെ കാണുമ്പോൾ മുല്ലപ്പൂവൊക്കെ ചൂടി വളരെ ഐശ്വര്യത്തോടെ നിൽക്കുന്ന കണ്ണനെ കണി കണ്ടുണരുക എന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷയും അതോടൊപ്പം തന്നെ സന്തോഷവും തന്നെയാണ് എല്ലാവർക്കും നൽകുന്നത്. മുല്ലപ്പൂവിനൊക്കെ തന്നെയും ഒരു മുളത്തിന് 70 രൂപ ആണ് ഇവിടെ വിലയുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പൂവുകൾ ഇവിടെയുണ്ട്. വീട് അലങ്കരിക്കാനോ അതോടൊപ്പം തന്നെ കൃഷ്ണവിഗ്രഹത്തിലൊക്കെ തന്നെ ചാർത്തുവാനും പൂക്കൾ വാങ്ങി പോകുന്ന നിരവധി ആളുകളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും വലിയ തിരക്കു തന്നെയാണ് വൈകുന്നേരമായപ്പോൾ മിഠായി തെരുവിൽ അനുഭവപ്പെടുന്നത്. നാളെ വിഷു ആണ്, അപ്പോൾ പൂ വാങ്ങാൻ വന്നതാണോ? പൂവൊക്കെ ചാർത്തി കണ്ണനെ കാണുമ്പോ ഒരു സന്തോഷം. എങ്ങനെയുണ്ട് തിരക്ക്? എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ വിഷു? കോഴിക്കോട്ടുകാർ എപ്പോഴും മിഠായി തെരുവ് ഏത് ആഘോഷത്തിനും തിരഞ്ഞെടുക്കുന്നു അല്ലേ? അത്തരത്തിൽ നേരത്തെ ആ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തിരക്ക് തന്നെയാണ് ഈ കോഴിക്കോട് മിഠായി തെരുവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ കണി വെക്കുവാൻ വേണ്ടി ഫലങ്ങൾ വാങ്ങാൻ, പ്രത്യേകിച്ച് ഫ്രൂട്ട്സ്, മാങ്ങ, മുന്തിരി, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. വലിയ തിരക്കു തന്നെയാണ് പഴക്കടയിലും അനുഭവപ്പെടുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട്? തിരക്കുണ്ടോ? നല്ല തിരക്ക്, അടിപൊളി തിരക്കാണ്. എന്താണ്, മുന്തിരിക്കൊക്കെ ഭയങ്കര റേറ്റ് ആയിപ്പോയി. മാർക്കറ്റ് സാധനം കുറവാണ്. മുന്തിരി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഡിമാൻഡാണ്. വേറെ ഒന്നിനും ഡിമാൻഡില്ല. മാങ്ങ അങ്ങനത്തെ സാധനത്തിനൊന്നും ഡിമാൻഡില്ല. മാങ്ങ ഇഷ്ടമായിട്ടുണ്ട്. മുന്തിരി ഐറ്റംസിന് ഭയങ്കര റേറ്റ്. വേറെ ഒന്നുമില്ല. എങ്ങനെയാണ് കണി വെക്കാൻ കൊണ്ടുപോകുന്നുണ്ട്? കണി വെക്കാൻ എല്ലാവരും കൊണ്ടുപോകും. അവിടെ വില നോക്കുന്നില്ല ആളുകൾ. അവർക്ക് മെയിനായിട്ട് എന്താ കണി വെക്കണം. രാവിലെ എണീറ്റ് പോകാൻ നേരെ കണ്ണും ചിമ്പിരി പോയിട്ട് കണി വെക്കുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ പുണ്യം. അതവർക്ക് നല്ല ഉഷാറാകട്ടെ അല്ലേ? നിങ്ങൾക്ക് അടക്കം. ഈ മിഠായി തെരുവ് എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ ഒരു നഗരി തന്നെയാണ്. ഏത് ആഘോഷം വന്നാലും കോഴിക്കോട്ടുകാർക്ക്, ഏത് ഓണായാലും വിഷായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും മിഠായി തെരുവ് എന്ന് പറഞ്ഞാൽ അതൊരു ലോകത്തിൽ, വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എന്താ പറയുക, ഒരു ഇതാണ്. കച്ചവടം ഗംഭീര ഉഷാർ. തീർച്ചയായും നിരവധി ആളുകൾ ആണ് ഇവിടെ എത്തുന്നത്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം പഴങ്ങളൊക്കെ വാങ്ങി നാളെ കണി വെക്കുവാനുള്ള തിരക്കിൽ തന്നെയാണ് ആളുകൾ ഉള്ളത്. ധാരാളം ആളുകൾ ഇവിടെ നിന്ന് പഴം വാങ്ങി പോകുന്ന കാഴ്ചകളൊക്കെ തന്നെയും കാണാം. മാങ്ങയും മുന്തിരിയും ഒക്കെ തന്നെയും വിഷുക്കണിയിൽ പ്രധാനമായും ഉണ്ടാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് ആഘോഷം വന്നാലും മിഠായി തെരുവിലെ കാഴ്ചകൾ അത് ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന് തന്നെയാണ് മറ്റൊരു സവിശേഷതയായി പറയേണ്ടത്. കൂടാതെ തന്നെ വസ്ത്രം വാങ്ങുവാനും അതോടൊപ്പം തന്നെ പടക്കം വാങ്ങുവാനും ഒക്കെ തന്നെയും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. അതോടൊപ്പം തന്നെ കുറേ പേർ ഇവിടെ എത്തുന്നു. ചേച്ചി, വിഷുവിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? അങ്ങനെ എന്താ പറയാ, ഞങ്ങക്ക് വിഷു ഇല്ല. ഒരു എൻ്റെ അമ്മൻ്റെ ചേച്ചിയും വെച്ചതിനെ കൊണ്ട് എന്നാലും ചെറിയ ഒരുക്കങ്ങളൊക്കെ ആക്കിക്കുന്നു. ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നു. അപ്പൊ എല്ലാ ഒരുക്കങ്ങളും റെഡിയായി. നാളെ രാവിലെ കണി കാണണം. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ ചേച്ചി ഈ വിഷുവിന്റെ ആഘോഷങ്ങളൊക്കെ എവിടം വരെയായി? വിഷുവിന്റെ ആഘോഷങ്ങൾ ഇതാ ഇവിടെ വരെ എത്തി. കോടികളൊക്കെ വാങ്ങി എല്ലാവരും വീട്ടിലേക്ക് പോകാൻ പോവാണ്. നാളെ കണി വെക്കണം. നാളെ സദ്യക്ക് എന്തൊക്കെയാ ഒരുക്കണേ? എല്ലാം ഉണ്ട്. പൂർവാധിക ശക്തിയോടുകൂടി എല്ലാം ഒരുക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നേ തുടങ്ങി? ഇന്നിനി വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കിയുള്ള പണികൾ ഒക്കെ, കഷ്ണങ്ങളൊക്കെ നുറുക്കി നമുക്ക് സദ്യ ഇലവട്ടം സൂപ്പറാക്കാനുള്ള വിചാരമാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷു. കഴിഞ്ഞ വട്ടം നമുക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ചുകൂടി അടിപൊളിയാക്കാനുള്ള പരിപാടി. പായസം ഏതാന്നുള്ളതിന് തീരുമാനമായോ? ചെറുപയർ പരിപ്പുണ്ട്, സേമിയുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് വന്നാൽ മതി. സ്വാഗതം.
നിങ്ങളെ കൂടെ ഉള്ള ക്രൂ മെമ്പേഴ്സിനെ ഒക്കെ കൂട്ടിക്കോ. ദിസ്ന സുരേഷ്, അപ്പോൾ വിഷുവിന് സദ്യ കഴിക്കാൻ കൂടി ദിസ്നയ്ക്ക് നല്ലൊരു സദ്യ കിട്ടാനുള്ള ഒരുക്കമായി അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. ദിസ്ന, അവിടെ ഈ നമുക്ക് ഈ കൊന്നപ്പൂവിൻ്റെ വിൽപ്പന എങ്ങനെയാണ്? എല്ലാ സ്ഥലത്തും കൊന്നപ്പൂവിന് ഭയങ്കര ഡിമാൻഡുണ്ട്. നമ്മുടെ സാധാരണ പറമ്പുകളിലും തൊടികളിലുമൊക്കെ കണ്ടിരുന്ന കണിക്കൊന്ന, പക്ഷേ ഇന്ന് കണിവെക്കാൻ കിട്ടണമെങ്കിൽ വിപണിയിൽ നിന്ന് വാങ്ങണം. ഒരു പിടിക്ക് ഇത്ര രൂപ എന്നുള്ള നിലയിൽ വലിയ നിലയിലാണ് അതിൻ്റെ വ്യാപാരം വിൽപ്പനയൊക്കെ നടക്കുന്നത്. കണിക്കൊന്ന തേടിയാണ് കൂടുതൽ ആളുകളും എത്തുന്നത്. കാരണം കണിദർശനത്തിന് കണിക്കൊന്ന കൂടിയേ തീരുമല്ലോ. അപ്പോൾ കണിക്കൊന്നയുടെ ഒരു വിപണി അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? എന്താണ് കണിക്കൊന്നയുടെ ഒരു അവസ്ഥ? കോഴിക്കോട് മിഠായി തെരുവിൽ കണിക്കൊന്ന തന്നെയാണോ താരം? വിനോദ്, അല്പസമയം മുൻപ് ഇവിടെ കണിക്കൊന്ന വിൽക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ള അയാളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ടൊക്കെ കണി ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കണിക്കൊന്ന പറിക്കുവാൻ ഓടിച്ചാടി പോകുന്ന ഒരു ആഘോഷമാണെങ്കിൽ ഇന്ന് അതൊക്കെ തന്നെയും ഈ മിഠായി തെരുവിൽ നിന്ന് അല്ലെങ്കിൽ വിപണികളിൽ നിന്ന് വാങ്ങിപ്പോകുന്ന ഒരു തലമുറയിലേക്ക് വിഷു മാറിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള കച്ചവടം തന്നെയാണ് ഈ കണിക്കൊന്നയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നത്. എങ്ങനെയുണ്ട്? എവിടുന്നാണ് ഇത് കൊണ്ടുവരുന്നത്? തോട്ടുമുഖം, അരികോട് തോട്ടുമുഖം. എങ്ങനെയാണ് റേറ്റ്? എങ്ങനെയാണ്? ഒരു കെട്ട് ഞങ്ങൾ 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. എങ്ങനെ കച്ചവടം ഉണ്ടോ? കച്ചവടം നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കും. കണിക്കൊന്നയൊക്കെ വാങ്ങി പോകുന്ന ഒരു തിരക്കിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ. എന്തായാലും വലിയ രീതിയിൽ തന്നെയാണ് ഇവർ കച്ചവടത്തിന് ഒരുങ്ങി വന്നിരിക്കുന്നത്. തോട്ടുമുഖത്ത് നിന്നാണ് കണിക്കൊന്നയുമായി ഇവർ എത്തിയത് എന്ന് തന്നെയാണ്. അപ്പോൾ വലിയ രീതിയിൽ വിഷു ആഘോഷമാക്കുന്ന ഒരു പിടി കണിക്കൊന്നയ്ക്ക് 50 രൂപയാണ് കോഴിക്കോട് മിഠായി തെരുവിലെ വില. കണിക്കൊന്ന പൂവ് ഇപ്പോൾ വലിയ വിപണന സാധ്യതയുള്ള ഒരു പൂവായി, പ്രത്യേകിച്ചും വിഷുക്കാലത്ത് അത് മാറുന്നു എന്നുള്ളതാണ്. ദിസ്ന സുരേഷ് വാർത്തകളാണ് പങ്കുവച്ചത്. കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുന്നു. കിരൺ, കോഴിക്കോട് നിന്ന് പറയാൻ കഴിയുന്നത് കണിക്കൊന്നയ്ക്ക് ഒരു പിടി കണിക്കൊന്നയ്ക്ക് 50 രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് വില. കൊന്നപ്പൂവ് ചെലവാകുന്ന ഏക ദിവസമാണ് വിഷു തലേന്നായ ഇന്ന് മാത്രമാണ് കൊന്നപ്പൂവിന് ഇത്രയധികം ഡിമാൻഡ്. നാളെ ആയാൽ പിന്നെ ഈ കൊന്നപ്പൂ വിൽക്കാനൊന്നും അല്ലെങ്കിൽ വാങ്ങാനൊന്നും ആരും വരില്ല. കൊച്ചിയിലെ അവസ്ഥ എന്താണ്? കൊച്ചിയിൽ കണിവെള്ളരി, അതേപോലെ തന്നെ കണിക്കൊന്ന പൂവ്, ഇതിനൊക്കെ തന്നെയല്ലേ കൂടുതൽ ഡിമാൻഡ്? കിരൺ കുമാർ. വിനോദ്, കൊച്ചിയിലെയും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ സൂചിപ്പിച്ച പോലെ ഈ കണിക്കൊന്നയുടെ കാര്യത്തിലാണെങ്കിൽ കൊച്ചിയിൽ ഒരു വ്യത്യസ്തത ഉള്ളത് ഈ കൂടുതലും ചെടിയിലെ ഒറിജിനൽ പൂവല്ല, അല്ലാത്ത പൂക്കളെ കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഈ നഗരത്തിൽ ചെടികളിൽ നിന്ന് പൂക്കൾ കിട്ടുന്നതിൻ്റെ ചില പരിമിതികളുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള പൂവുകളുടെ വിൽപ്പനക്ക് വലിയ നഗരത്തിലെ ഈ എറണാകുളം മാർക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വിനോദ പ്ലാസ്റ്റിക് അല്ല, ഇതത്തരത്തിൽ ഈ തുണിയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പൂക്കളാണ്. അത്തരം പൂക്കളാണ് ഒരുപക്ഷെ എറണാകുളം നഗരത്തിൽ ഇപ്പോൾ ചിലവായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മാർക്കറ്റിൻ്റെ പുറത്തുള്ള ചില പ്രദേശങ്ങളിലൊക്കെ ആളുകൾ വഴിയരികിലൊക്കെ കണിക്കുന്ന കൃത്യമായിട്ടുള്ള യഥാർത്ഥ പൂ വിൽക്കുന്നുണ്ടെങ്കിൽ പോലും കടകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൂക്കളുടെ ഒരു കച്ചവടം അത് വലിയ രീതിയിൽ നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല മയിൽപ്പീലിയും കൃഷ്ണവിഗ്രഹങ്ങളും അതൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരുടെ തിരക്ക് ഇപ്പോഴും നമുക്ക് ഈ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിലുള്ളൊരു കടയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ ഇവിടെ എത്തി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ചേച്ചി, സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു? വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു? ഇപ്പോൾ ഈ കണി വെക്കുന്ന ഈ കണിയുമായി ബന്ധപ്പെട്ടുള്ള കണിയിൽ ചേർക്കേണ്ട സാധനങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണാൻ. നമുക്ക് ഈ കൃഷ്ണവിഗ്രഹമുണ്ട്, ഒപ്പം ഈ മഞ്ചാടിയും വാൽക്കണ്ണാടിയൊക്കെ വിൽക്കുന്ന ഒരു കാഴ്ചയാണ് കടകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷുവിൻ്റെ ആ തനിമ, കണി ഒരുക്കുന്നതിൻ്റേതായിട്ടുള്ള ആ വസ്തുക്കളെല്ലാം ഈ മാർക്കറ്റിൽ വിൽക്കുന്ന ആ കാര്യങ്ങൾ ഏറ്റവും കൂടുതലധികം വിറ്റുപോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ മറ്റ് കടകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉരുളി അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷുക്കണി ഒരുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച വസ്തു തന്നെയാണ് ഈ ഉരുളി അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വിപണനവും അത് വലിയ രീതിയിൽ തന്നെ നടക്കുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് വിഷുപ്പുലരിക്ക് വേണ്ടി ഉള്ളത്. ഈ ഒരു സമയത്ത് വലിയൊരു തിരക്ക് തന്നെയാണ് എറണാകുളം നഗരത്തിലെ
മാർക്കറ്റുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ എറണാകുളം മാർക്കറ്റ് ഈ ഒരു ഞായറാഴ്ച ദിവസം വൈകിട്ട് ഇത്രയും തിരക്കുകളൊന്നും അനുഭവപ്പെടാത്തതാണ്. പക്ഷേ എന്നാൽ ഇന്ന് ഈ വിഷുവിൻ്റെ തലേ ദിവസം നോക്കുമ്പോഴത്തേക്കും വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷുക്കണിയുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കളുടെ കച്ചവടം മാത്രമല്ല പൊടിപൊടിക്കുന്നത്, അതേസമയത്ത് തന്നെ തുണി കച്ചവടവും മറ്റുമെല്ലാം തന്നെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ മാർക്കറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളിപ്പോൾ കണ്ടത് മറ്റ് കടകളുള്ള കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ ഇതിൻ്റെ ഒരു മറുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ വിൽക്കുന്ന ഭാഗമുണ്ട് മാർക്കറ്റിൻ്റെ. ആ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്തരം കടകൾ വളരെ സജീവമായി തന്നെ ഉള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കണി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പഴവർഗ്ഗങ്ങൾ അതൊക്കെ പ്രത്യേകമായിട്ട് തയ്യാറാക്കിക്കൊണ്ട് വിൽക്കുന്ന ഒരു കാഴ്ച അത്തരം കടകളുടെ ഈ അത്തരം സെറ്റുകളായിട്ട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു തിരക്ക് തന്നെയാണ് എറണാകുളം മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എറണാകുളം നഗരത്തെ സംബന്ധിച്ച്. കൊച്ചി വിപണി നമ്മൾ ഇപ്പോൾ കണ്ടതാണ്. അവിടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കൊന്നപ്പൂവാണ് മാർക്കറ്റിൽ കൂടുതൽ കാണാൻ കഴിയുന്നത്.